ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ നമ്മളിന്നിവിടെ ഒരു അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാരമൽ ബ്രെഡ് പോപ്കോൺ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാനായിട്ട് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ ദ പറഞ്ഞ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തോളൂ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തേക്കുന്നത് ബ്രെഡ് പോപ്കോൺ ഉണ്ടാക്കാനായിട്ട്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ബ്രെഡ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകാണ്ട് വേണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അടുത്തതും ഇതേമാതിരി തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനെല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡൊക്കെ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ബ്രെഡ് 2 ട്രിപ്പായിട്ടാണ് കേട്ടോ വറുത്തെടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രെഡ് റെഡി ആയെന്ന് അറിയാനായിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായി പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു പാകം വേണ്ടത്. പിന്നെ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി അത് ഹാർഡായിക്കോളും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാനിത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂണോളം തന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായി തിളച്ച് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി ചെറുതായിട്ടൊന്ന് കാരമലായിട്ട് വരട്ടെ. ഒരു ബ്രൗൺ കളറായിട്ട് വരും ചെറുതായിട്ട്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ ഏകദേശം ഒരു കളർ വരാനായിട്ട് ഒരു 10-15 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി ഉരുകി കാരമലായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അൺസോൾട്ടഡ് ബട്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം ഉപ്പ് കൂടെ അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബട്ടറൊക്കെ നന്നായി മെൽറ്റായിട്ട് വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂണോളം പാലും കൂടി ഒഴിച്ച് കൊടുക്കണം. തിളപ്പിച്ചാറിയിരിക്കുന്ന പാലാണ് കേട്ടോ. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായി ഒന്ന് മിക്സായി നന്നായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ബ്രെഡ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി എല്ലാവരും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. നല്ല സിമ്പിളല്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതായത് എല്ലാ സൈഡിലും നന്നായി ഒന്ന് കോട്ടായിട്ടുണ്ട്. ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് ബ്രെഡൊന്ന് സോഫ്റ്റായ മാതിരി തോന്നും. പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ എല്ലാവരും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെച്ചാൽ മതി. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതൊന്ന് ഹാർഡായിക്കോളും. അപ്പോൾ അതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വെക്കാൻ കേട്ടോ ഒന്ന് തണുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നന്നായി ഒന്ന് ഹാർഡായി വന്നോളൂ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി തന്നെ വളരെ സിമ്പിളല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുന്നത് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.